ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഹറിബറി ആയിട്ടുള്ള ദിവസമാണ്. കാരണം കുറച്ചധികം പണികളുണ്ട്. പിന്നെ ഇവനെ കൂട്ടാത്തൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ബാക്കി കാണാം. തലേ ദിവസം തന്നെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നും അരിയും കൂട്ടി അരച്ച് വെച്ചിട്ട് അങ്ങനെ ദോശ ഇട്ടതായിരുന്നു. അപ്പത്തേനും അവൻ എണീറ്റു. ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവൻ എണീറ്റു. അപ്പം ഞാൻ വിചാരിച്ചു അവനും കൂടി ഉണ്ടാക്കി ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കണ കേട്ടോ ഈ ദോശ. അവന് മാത്രം 2 ദോശ ഉണ്ടാക്കി. വലിയ കഴിക്കൊന്നുമില്ല, എന്നാലും അവന് മാത്രം 2 വേറെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ഇതാക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അലർജിയുടെ ഇഷ്യൂ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കുറച്ചുകൂടി കൂടി. കാരണം ഇങ്ങനെ പൊടിയൊക്കെ അടിക്കുമ്പോൾ ഇവിടെ ഭയങ്കര പൊടിയാണ്, വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊടിയാണ് അധികം. അപ്പം പൊടി അടിക്കുമ്പോഴത്തേക്കും എനിക്ക് മൂക്ക് ഇരിച്ചിൽ വരും ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ മൂക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, നമ്മളതിനെ തിരുമ്മാന്ന് പറയും, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, മൂക്കിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാട്ടാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവനിങ്ങനെ കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ എൻ്റെ ഒക്കത്തേറി ഇരിക്കണം, നിലത്താക്കിയിട്ടുണ്ടായേ. അപ്പോൾ ഒക്കത്തേറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിത് നടക്കില്ല. അപ്പം അങ്ങനെ അവനെ ഒക്കത്തെടുത്തിട്ടാട്ടാ ബാക്കിയൊക്കെ ചെയ്യണേ. അപ്പം അവന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പിള്ളേർക്കുള്ള ഓരോരോ ചിടുക്കം ഉണ്ടാവുന്ന കേട്ടോ. അപ്പം അങ്ങനെ ദോശയൊക്കെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ ഉറങ്ങി എണീക്കാനായിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവനെ എടുത്തല്ല, അവൻ അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉറക്കാൻ നിന്നില്ല. എടുത്തിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പുറത്തോട്ട് പോകേണ്ടതുകൊണ്ട് ടൈമില്ലായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമായിരുന്നു. അപ്പോൾ അവനെ റെഡിയാക്കൽ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും 10 മണിയാവും ഏകദേശം. അതുകൊണ്ട് ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവൻ എണീറ്റപ്പോൾ പിന്നെ ഉറക്കാൻ നിന്നില്ല. പിന്നെ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ അവൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണം. എന്നാൽ അവന് ഇല്ലേ പിന്നെ ഫോൺ കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഫോണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫോൺ കൊടുക്കുന്നത് നിർത്തി. എന്ന് വെച്ചാൽ അവൻ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കുറേ നേരം. പിന്നെ അത് തന്നെ ആയിരിക്കും പണി. അതുകൊണ്ട് ഞാൻ ഫോൺ കൊടുക്കണം നിർത്തിയതുകൊണ്ട് ഇപ്പോൾ ടൈം എടുത്തിട്ടായിരിക്കും കഴിക്കുക. അതൊന്ന് കൺസ്യൂം ചെയ്ത് എടുക്കാൻ വേണ്ടി കുറച്ച് പണിയാണ്. 1 മണിക്കൂർ അങ്ങനെയൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ നേരത്തെ എണീപ്പിച്ചത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിട്ട് അവൻ ഫുഡ് കഴിച്ച് എണീക്കാൻ വേണ്ടിയിട്ട്. അവന് എനിക്ക് പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞാലും അവന് കൊടുക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം അത്ര ടൈം ഇരിക്കേണ്ടി വരും. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡിയാവാൻ നിൽക്കാം കേട്ടോ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമും പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം കുറച്ച് UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പം. ഇവിടെ വന്നപ്പോൾ ചൂടും ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറിയപ്പോൾ കുറച്ചുകൂടി സെൻസിറ്റീവായി സ്കിന്ന്. അപ്പോൾ എനിക്കൊന്ന് അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെ അവനെ റെഡിയാക്കിയാണ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. ഇറങ്ങാൻ വേണ്ടി നിന്ന് അവനെ ഒന്നിച്ച് കൂട്ടണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം അവനെ കൂട്ടിക്കഴിഞ്ഞാന്ന് വെച്ചാൽ അവന് പെട്ടെന്ന് ഈ അലർജിയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ശ്വാസം മുട്ട് വരും. അതുകൊണ്ട് ഞാൻ അധികം ചൂടത്തൊന്നും അങ്ങനെ ഇറക്കാറില്ല. വേർപ്പ് തലയിൽ ഇറങ്ങിയിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കാറില്ല വെയിലത്തോട്ട്. പിന്നെ അവന് ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 1 മാസം ആ ഒരു ടൈം വരെ നിൽക്കൂട്ടാ, മാറേയില്ല. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ അധികം അങ്ങനെ വെയിലത്തോട്ടും അങ്ങനെ ഒന്നും ഇറക്കാറില്ല. എന്നാലും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിന് സമ്മതിക്കാറുണ്ട്. എന്നാലും തലയിലധികം വെള്ളം ഇറങ്ങാതെയും വേർപ്പിറങ്ങാതെയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പം നമ്മൾ ഇറങ്ങി ഗൈസ്. ഭയങ്കര വെയിലാട്ടോ, പുറത്തിറങ്ങാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഒടുക്കത്തെ വെയിലാണ്, കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല.
അമ്മാതിരി വെയിൽ. ഇതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അവിടെ ആക്കാം സ്നേഹിച്ചിയുടെ വീട്ടിലോട്ടാ. സ്നേഹിച്ചിയുടെ അവിടെ അമ്മയുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പ്ലാൻ മാറുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവനെ കൂട്ടേണ്ടി വരും, അങ്ങനെ അറിയില്ല. നോക്കിയിട്ട് എന്തായാലും തീരുമാനിക്കും. ഭയങ്കര വെയിൽ. ഞാനൊന്ന് അങ്ങോട്ട് നടന്നു പോട്ടെ. കാരണം ഈ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ കരിഞ്ഞ് പടാരമിടകും. അത് വേഗം ഒന്ന് തണുന്നു. അയ്യോ, അങ്ങനെ. പിന്നെ ഇവിടുത്തെ വെയിലാട്ടോ സഹിക്കാൻ പറ്റാത്ത. വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. വെയിൽ, ചൂട് വെച്ചാൽ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പകുതിയായി. ഇവനെടുത്തോണ്ട് വീഡിയോയിൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു ഗല്ലി പോലത്തെ സ്ഥലത്ത് കൂടിയാണ് പോകണ്ടേ. അയ്യോ, വഴി കാണുമ്പോൾ നമുക്ക് പേടിയാവും. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ. എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സ്നേഹിച്ചിയുടെ വീട്. ഇത് സ്നേഹിച്ചിയുടെ വീട്. അതിന് തൊട്ടപ്പുറം കണ്ട, ഇതായിരുന്നു ഞങ്ങളുടെ മുന്നത്തെ വീട്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് അപ്പുറത്തോട്ട് മാറി. അപ്പോൾ ഞങ്ങൾ ഏതായാലും അകത്ത് കയറട്ടെ, എന്നിട്ട് കോളിമ്പല്ലടിക്കണം ഗീസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്മ. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ലേ, ഞങ്ങൾ ആ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അതൊരു വില്ല പോലെ കേട്ടോ. അപ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് നെയ്ബറായിട്ടുണ്ടായവർ ഇവർ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഏകദേശം 6 മന്ത് ആവുന്നു. 6 മന്ത് ആവുന്നത് അത്രയും നാളും ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാകെ 1 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നാളും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. എപ്പോഴും അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങോട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം മാറേണ്ടി വന്നു. അപ്പം ഭയങ്കരമായിട്ട് മിസ്സിങ് കേട്ടോ. എന്നെക്കാളും കൂടുതൽ അവന് ഭയങ്കര മിസ്സിങ്. കാരണം അവനെ കളിക്കാനാരുമില്ല. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അച്ഛമ്മ നാട്ട വിളിക്കണേ. ഇപ്പം കൊക്കിരി, അവിടുത്തെ കൊച്ചിൻ്റെ ഒരു കൊക്കിരി എന്നാണ്. അപ്പോൾ അവളുടെ ശരിക്കും പേര് ജനനി എന്ന്. അവളുടെ കൂടെ അവൾ വിളിച്ച് കേട്ട് പിന്നെ അവൻ ആ ഒരു സംസാരിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് അവനതല്ലേ കേൾക്കുന്നത്. അപ്പം അച്ഛമ്മ എന്നായി. പിന്നെ നമ്മൾ അച്ഛമ്മ എന്ന് തന്നെ വിളിപ്പിച്ച്, അങ്ങനെ അച്ഛമ്മ എന്നാട്ടാ വിളിക്കാം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഓരോ വിശേഷം ചോദിക്കുമായിരുന്നു. കാരണം കുറേ ആയി പോവാത്ത, വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം പോവാറില്ല. അപ്പം കുറേ ദിവസത്തിന് ശേഷം കണ്ടുകൊണ്ട് ഇങ്ങനെ അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അവൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ടാക്സിയിലാട്ടോ പോയത്. ടാക്സിയിൽ കുറച്ച് പോകാനുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് 2 പിള്ളേരെയും വെച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൂട്ടാമെന്ന് വിചാരിച്ചു. കാരണം അവൾ വരുന്നു എന്ന് പറഞ്ഞു, കുക്കിരി വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒറ്റയ്ക്ക് കളിക്കണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ കൂട്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ടാക്സിയിലാണ് പോയത്. ഇതാണ് കേട്ടോ സ്നേഹിച്ചി. അപ്പം നമ്മളങ്ങനെ പോയി. പിന്നെ അവിടെ ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 5 to 10 minutes അത്ര ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ എത്താറായപ്പോഴുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പം അവനെ സ്നേഹിച്ച് ഇങ്ങനെ പിടിച്ചേക്കുക. കാരണം അവന് സ്നേഹിച്ചിയുടെ കയ്യിൽ പോകണം, അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൻ സ്നേഹിച്ചിനെ അമ്മ എന്നാട്ട് വിളിക്കുക. അപ്പം ഭയങ്കര ക്ലോസാണ്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവിടെ കൊണ്ടാക്കിയിട്ടാട്ടോ ഓരോ പണികളൊക്കെ ചെയ്യാം. അങ്ങനെ അവർ ഭയങ്കര ക്ലോസാണ്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ഷിപ്പും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അധികം കാണാറുണ്ട് കേട്ടോ. ഇതിന് മുന്നേ വലിയൊരു ഷിപ്പായിരുന്നു, അത് ഇപ്പം പോയിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷിപ്പും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ ഇവിടെ നിർത്തിയേക്കുന്ന ഷിപ്പിൻ്റെ ആ ഒരു കുന്തം പോലത്തെ സാധനമുണ്ട്. ആ സാധനം നമുക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്തോട്ട് കാണാൻ പറ്റും. അപ്പം ആ 4 സാധനങ്ങളും നമുക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ അകത്തോട്ട് കയറുന്നത്.
അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഫിഷ് മാർക്കറ്റിൻ്റെ. പക്ഷേ ഇവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മാരേജ് എത്രയാ? 5 പിന്നെ ഞങ്ങൾ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും. അത് മീൻ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ. വാങ്ങി വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്നവരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ അവിടെ കടലിൽ ഭയങ്കര രസമായിട്ടാണ് കാണാൻ. നല്ലൊരു ഗ്രീനിഷ് വാട്ടർ കേട്ടോ, ഭയങ്കര നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് തന്നെ ചിലവരിങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് അവരെന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ചെമ്മീനൊക്കെ ഭയങ്കര പണിയുള്ളതൊക്കെ അവരെന്നെ അവിടെ ഇരുന്നിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ ചില സമയത്ത്. ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, ചില സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഞണ്ടൊക്കെ ഉണ്ടാവും ഈ വെള്ളത്തിൽ പാറയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ടാവും. നല്ല രസമാണ് കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് നേരെ ഒരു കടയിലോട്ടാട്ടോ പോയ കഫ്റ്റീരിയ പോലത്തെ ഈ കാണുന്ന 7 days എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഉണ്ട്. ക്രോഷിയെന്നോ അങ്ങനെന്തോ ആയിട്ട് പറയാം, എനിക്ക് അതിന് കറക്റ്റ് പേരറിയില്ല. അപ്പം അത് ഭയങ്കര ടേസ്റ്റാട്ടോ, അഡിക്റ്റ് ആയി പോകും. അകത്ത് ചോക്ലേറ്റ് മാംഗോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജ്യൂസ് കുടിച്ചാൽ വന്നെയാണ്. അപ്പത്തേന് അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്നേഹിച്ചിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ നടക്കില്ല. ഭയങ്കര ഇഷ്ടമാണ് അവന്, എപ്പോഴും ഒക്കെ അങ്ങനത്തെ പിന്നെ അടിയായി എനിക്കിത് വേണം നമ്മളിവിടെ പോസ്റ്റ് കേസ് അങ്ങനെ അടിയായി. പിന്നെ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യില്ല. പിന്നെ അവന് എനിക്ക് അവിടെ കസേര കിട്ടി കാരണം ഇവനെ കുറച്ച് നേരം ഇരുന്നിട്ട് വിശന്നിട്ടാൽ കഴിച്ചു വന്നോളൂ. രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ അമ്മ വരുവേ. നമ്മൾ ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്ത് പോസ്റ്റ് ആയിരുന്നു. ഒരു ടാക്സിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം അവിടെ ടാക്സി കിട്ടുന്നില്ല. ഉച്ചനേരമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ടാക്സി കിട്ടുന്നില്ല, ടാക്സി വരുന്നേ ഇല്ല. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ 2 പേരുള്ളതുകൊണ്ടേ ഭയങ്കര എന്താ പറയുക, അറിയാലോ ഇങ്ങനെ പിള്ളേരായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ എന്നോണ്ടും പറഞ്ഞുകൊണ്ട് പിന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന പോലെ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ടാക്സി കിട്ടിയിട്ടാണ് പിന്നെ ടാക്സിയൊക്കെ വിളിച്ചിട്ട് വന്നതാണ്. ടാക്സി ബുക്ക് ചെയ്ത് വന്നിട്ട് ആദ്യത്തെ ടാക്സിയിൽ ആരാണ്ടോ കയറിപ്പോയി. പിന്നെ ആദ്യം ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് അവർ വന്ന് പിന്നെ വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാട്ടോ ഇത്. എണീറ്റ് കഴിഞ്ഞപ്പോൾ സ്നേഹിച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്നേഹിച്ച് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ വന്നു കേട്ടോ. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. കാരണം ഞാൻ രാവിലെ എത്ര മണിക്ക് ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് പോയതാണ്. അപ്പം ഫിഷൊക്കെ വാങ്ങി മാർക്കറ്റിലൊക്കെ പോയി തിരിച്ചു വന്ന് ഭയങ്കര വെയിലല്ലേ, അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു.
രാവിലെ അവൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോയത്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു. പിന്നെ അവിടെ റൂമിലുണ്ടായ സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഇതായപ്പോൾ അങ്ങോട്ട് പോവാതായി. ചൂട് കാരണം ഞാൻ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ പെട്ടെന്ന് ഇതായപ്പോൾ പോവാതായി. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ട് പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സമയം അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നു 5 മണി വരെ അവിടെ നിന്നു. അവൻ അവിടെ തന്നെ ഉറങ്ങി, ഫുഡ് കഴിച്ചു, അവിടെ നിന്ന് തന്നെ ആയിരുന്നു മൊത്തം. അപ്പം ഇപ്പം അവൻ വന്നിട്ടില്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ റൂമിലെത്തി. അപ്പോൾ അവനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് കൂട്ടിയിട്ട് വരണം. കാരണം കുറച്ച് സമയം കളിക്കട്ടെ, ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ അധികം കളിച്ചൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം കളിച്ചിട്ട് കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവൻ്റെ അച്ഛൻ വരുമ്പോൾ കൂട്ടും, അല്ലെങ്കിൽ സ്നേഹിച്ച് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ തീർക്കട്ടെ. ഇഡലി ഉണ്ടാക്കണം, മീൻകറി വെക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് കാണാം. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ റെഡിയാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് പാടാണ് വൃത്തിയാക്കാൻ. കാരണം അവർക്ക് ഭയങ്കര തിരക്കാകുമ്പോഴത്തേക്ക് അവർ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് തരില്ല. അതിൻ്റെ അകത്തത്തെ വേസ്റ്റ് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് എന്തൊന്നിടും. പിന്നെ അതിൻ്റെ ചെകിള ഒരിക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് പാടാട്ടോ. പിന്നെ വാങ്ങിയ മത്തി കുറച്ച് ചെറുതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വലിയ മത്തിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടിയില്ലെങ്കിലും ഒരു 3/4 ഭാഗമൊക്കെ ക്ലീനായി കിട്ടാറുണ്ട്. പക്ഷേ ഇത് കുഞ്ഞു മത്തിയായതുകൊണ്ടാന്ന് തോന്നുന്നു അവരൊന്നും ചെയ്തില്ല. പിന്നെ അതിൻ്റെ അകത്തത്തെ ഇത് മാത്രം എടുത്ത് കളഞ്ഞു തന്നു. ബാക്കിയൊക്കെ അതിൽ തന്നെ എടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തുട്ടാ. എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് പാത്രത്തിലൊക്കെ കയറ്റി ഫ്രീസറിൽ കയറ്റി അങ്ങനെയൊക്കെ കുറച്ച് ടൈം എടുത്തുട്ടാ ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സാധാരണ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് അവർക്ക് തിരക്കും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അവർ അങ്ങനെ കട്ട് ചെയ്ത് തന്നുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ ചെയ്തു. കുറച്ച് പാടിട്ടിട്ടാണെങ്കിലും ഞാനത് ചെയ്ത് തീർത്തു. കുഞ്ഞുമത്തിയായിരുന്നു. അപ്പം കുഞ്ഞുമത്തി ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ അത് ക്ലീൻ ചെയ്യലായിരുന്നു ഏറ്റവും വലിയ പണി. അങ്ങനെ ഇരുന്ന് എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്ത് എല്ലാം കുഞ്ഞു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി ചെയ്യുക. അപ്പത്തിന് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് ഓരോ ബോക്സിലാക്കി അങ്ങനെ വെക്കുക ചെയ്യുക. അപ്പോഴത്തെ ആവശ്യത്തിനുള്ള മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ മീനൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 4 ഡപ്പി മൈലയും കൂടിയിട്ടാണ് അങ്ങനെ 3 ഡപ്പി ഉണ്ടായിരുന്നു കേട്ടോ മീൻ. അതിൽ ആകെ 2-3 വാങ്ങിയത്. കാരണം അതിൽ എനിക്ക് അത്ര ഇതല്ല, എനിക്ക് അലർജിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിൽ അങ്ങനെ വെക്കാറില്ല. ഞാൻ കൂട്ടാറില്ല, കൂട്ടാട്ട മാത്രമേ കൂട്ടുള്ളൂ. പിന്നെ അങ്ങനെ എല്ലാം ഫ്രീസറിൽ കയറ്റിയിട്ടാണ്. ഫ്രീസറിൽ കയറ്റി പിന്നെ കറിയും കാര്യങ്ങളൊക്കെ വെക്കേണ്ട പണിയിലേക്ക് തിരിഞ്ഞു. കാരണം അപ്പം തന്നെ ഏകദേശം 6 മണി ആയിട്ടുണ്ടായിരുന്നു. 6:45 കുട്ടിയുടെ ഒരു അപ്പം എന്തായാലും ഫുഡ് കൊടുക്കണം. അപ്പം എന്നിട്ട് അപ്പന്നെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല. എന്നാലും വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റാവുന്ന പണിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാച്ചാൽ മീൻ മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാസനയായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 6:15 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തിട്ട് പിന്നെ അടുത്ത പണിയിലോട്ട് കിടന്ന് കറി ഉണ്ടാക്കി, മീൻ കറി വെച്ച് ഇഡലി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യുന്ന കേട്ടോ ഇത്.
കറി വെക്കാനുള്ള പരിപാടിയിലോട്ട് തുടങ്ങിയിട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ തന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് പച്ചടി അരയ്ക്കാൻ വേണ്ടി വെച്ചപ്പം അങ്ങനെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിരകി വെച്ചുകൊണ്ട് സ്മെല്ല് വന്നോന്നായിട്ട് നോക്കുന്നത്. കാരണം ഭയങ്കര ചൂടല്ലേ, ചൂടാകുമ്പോഴത്തേക്കും സ്മെല്ല് പെട്ടെന്ന് മോശമായി പോകില്ലേ തേങ്ങ. അപ്പം അങ്ങനെ സ്മെല്ല് വന്നോന്നായിട്ട് നോക്കണേ. പിന്നെ നോർമലി എല്ലാവരും ചെയ്യണ പോലെ ജീരകം, തേങ്ങ, പുളി കലക്കി ഒഴിക്കാത്ത ഉള്ളിയും തക്കാളിയൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് അരക്കി വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെയാട്ടോ മീൻ കറി. ഭയങ്കര ഇതായിട്ടൊന്നും വെക്കാറൊന്നുമില്ല. ഇഷ്ടമാണ് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വിളക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ വേണ്ടിയിട്ടാണ് വേഗം പണിയൊക്കെ റെഡിയാവാൻ വിചാരിച്ചു. പണിയൊക്കെ തീർന്നിട്ട് കുളിച്ചിട്ട് വന്നേക്കാം. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള ഓരോ പരിപാടി നോക്കലായിരുന്നു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഞങ്ങളിവിടെ 7:12 അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴാട്ടോ കത്തിക്കാം. അപ്പം നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോയി. കാരണം ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലും അലക്കാം. കോമൺ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തേക്ക് ഒരിക്കൽ കൂടുമ്പോഴാണ് അലക്കാം. അപ്പം കുറച്ചധികം ഉണ്ടാവും. യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചധികം ഉണ്ടാവും. അലക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടാണ്. അപ്പോഴത്തേനും ഒരാൾക്ക് വിശന്നിട്ട് ആൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വിളക്കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കും. ചായ കുടിക്കും മീൻസ് ഈ ഒരു ചായ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഫുഡ് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെ കേട്ടോ. നല്ല വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പം കട്ടൻ ചായയും ഇഡ്ഡലിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നുമില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ചോറുണ്ടാക്കുക, പിന്നെ ബീട്രൂട്ട് കറി, ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചു. മീൻ കറി മാത്രം ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി അതിനുള്ള പണി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും മോനും ഭയങ്കര തകൃതിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അകത്തിറന്നിട്ട്. പിന്നെ ഒരു കൊച്ചു റൂമായതുകൊണ്ട് നമുക്ക് ഇവിടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്തത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാത്രം കഴുകുക കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പം നാളത്തേക്ക് വേണ്ട ചോറ് ഞങ്ങൾ ഇന്ന് തന്നെ ഇട്ട് വെക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൂട്ടാട്ടിന് ഏകദേശം 6:30-7 മണിയൊക്കെ ആകുമ്പോൾ പോകും. അപ്പം അത്ര ടൈം നേരത്തെ പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എല്ലാം കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുഞ്ഞും കൂടി അവൻ എണീക്കും, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ അവൻ എണീക്കും. അപ്പോൾ രാവിലത്തെ ചായയും ചോറും എല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പം എടുത്ത് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പോഴത്തേനും മോശമാവില്ല. അപ്പം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് പോകും. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കൂട്ടാട്ടിന് അവിടെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യും. പിന്നെ കഴിക്കാൻ നേരത്ത് ചൂടാക്കി കഴിച്ചോളും. അങ്ങനെയൊക്കെ ആട്ടെ. പിന്നെ ഞാൻ നോർമൽ വെക്കണ പോലെ തന്നെ ഒരു ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി തന്നാൽ ഭയങ്കര അടിയായിരിക്കും കേട്ടോ വീട്ടിൽ. കാരണം ബീട്രൂട്ടൊന്നും കണ്ണിന് കണ്ടുകൂടാത്ത സാധനമായിരുന്നു, തീരെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. ബീട്രൂട്ട്, വഴുതന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര തീരെ ഇഷ്ടമില്ലായിരുന്നു എനിക്ക്. പുളിശ്ശേരി, എനിക്ക് കറികളിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണ് പുളിശ്ശേരി. അങ്ങനത്തെ കറികളൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത് അമൃത, അപ്പോൾ എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളൊരു ഇതിലോട്ട് വന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണ്ടേ. അപ്പം പിന്നെ പ്രശ്നമില്ല, എന്തുണ്ടാക്കിയാലും അതങ്ങ് പോവും. അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ പണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതെന്തിനുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒച്ചപ്പാടിയും നിലവിളിയൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ ഇപ്പം ഇതൊക്കെ ശീലമായി. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലോണം അറിയാം. അപ്പോൾ കളയാതെ പോകില്ല, അപ്പം എല്ലാം കഴിക്കും. അങ്ങനെയൊക്കെ ആയിട്ടാണ്.
പിന്നെ നോർമൽ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി വെക്കണം. ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇഞ്ചിയുടെ ചവ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇഞ്ചി ഉപ്പും കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളെ വയറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഞ്ചി ഇഷ്ടമാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് വെറുതെ എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് കഴുകി മുറിച്ചിട്ടാട്ടോ ഞാൻ കഴുകുക. അപ്പോഴത്തേനും ആ ഒരു പച്ചച്ചവ ഉണ്ടാവില്ലേ ബീട്രൂട്ടിന്, അതങ്ങ് പോയി കിട്ടും. അപ്പം അങ്ങനെ ആയിട്ടാണ് ഞാൻ കറി വെക്കുക. പിന്നെ അത് നോർമൽ കറി വറുക്കണ പോലെ വെള്ളം കൂട്ടൂല കേട്ടോ. വെള്ളം കൂട്ടാതെ എണ്ണയിൽ തന്നെ ഇതാക്കിയെടുക്കും. ഭയങ്കര ടേസ്റ്റായിട്ട് അത് കുറച്ച് മധുരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കറി. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വെക്കുന്നത്. വെള്ളം കൂട്ടി ഭയങ്കരമായിട്ട് അങ്ങനെ വെക്കൂല, എന്നാൽ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ മുറിച്ചതിന് ശേഷം കഴുകിയിട്ട് കറി ഉണ്ടാക്കും. മുറിക്കണതിന് മുന്നേ കഴുകാറില്ല അങ്ങനെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറും ഏകദേശം 3/4 മണിക്കൂർ വേവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആയിക്കോളും. അപ്പോൾ രണ്ടും ഒന്നിച്ചായിട്ട് ഉണ്ടാക്കുക, ചോറുമായി കറിയുമായി അങ്ങനെ റെഡിയാക്കിയായിട്ട് ചെയ്തത്. പിന്നെ അപ്പോഴത്തേനും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, മിക്സി. എൻ്റെ എനിക്ക് മിക്സി ഇല്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ റൂമിലത്തെ അവരുടെ മിക്സി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം അങ്ങനെ അവരുടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ മിക്സി വന്നു. വലിയ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ ഫേസ് അങ്ങനെ ഇരിക്കണത്. ഫേസ് കാണില്ല എന്ന് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ അവനുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമായിരുന്നു. അപ്പോൾ അവന് ഡ്രസ്സ് ഇട്ടിട്ടില്ല, കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രിയിൽ അങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അവന് ഡ്രസ്സില്ലാത്ത കാരണം കൊണ്ട് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ എന്തോ പോളിസി ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവർ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു ലോങ് വീഡിയോ ആയിരുന്നു. എൻ്റെ ഏകദേശം ഒരു ദിവസത്തെ മൊത്തം കഷ്ടപ്പാടായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. അപ്പം അങ്ങനെ പിന്നെ ബീട്രൂട്ടും പിന്നെ ഞാനൊരു മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് തോരനും മുളക് ചമ്മന്തിയും പിന്നെ മീൻകറി ആട്ടോ കൊടുത്തുവിട്ടെ. പിന്നെ ഈ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ പണികളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അടുക്കളയൊക്കെ പൂട്ടി കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. പിന്നെ അവനെ ബ്രഷ് ചെയ്യിപ്പിക്കും. കാരണം അവൻ്റെ പല്ലിൻ്റെ മുകളിലൊരു ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം അവന് 3 മാസമൊക്കെ ഉണ്ടാകുന്ന സമയത്തെ മറ്റേ സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് പല്ല് വരുന്നതിന് മുന്നേ നൊണ്ണ് മാത്രം ഇങ്ങനെ തുടച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്രഷിലോട്ട് മാറി. ഇപ്പോൾ ബ്രഷും പേസ്റ്റും ഉപയോഗിക്കാൻ തുടങ്ങി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ എന്നാലും എനിക്കൊന്നും ബ്രഷ് ചെയ്താൽ അങ്ങനെ വരില്ല എന്ന് ഞാൻ എല്ലാവരും പറയുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റാവുന്ന രീതിക്ക് ഞാൻ അവനെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അപ്പം മുതലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ഭയങ്കരമായിട്ട് മുന്നിലത്തെ 2 പല്ലുകൾ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ വന്നു. ഞാൻ കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ അത് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കൊന്നും വെറുതെ പറയുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും വരുമെന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ പാൽപ്പല്ല് കിട്ടുമോ എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ പല്ല് അങ്ങനെ ബ്ലാക്ക് മാർക്ക് വന്നു. പിന്നെ ഞാനതിന് ഭയങ്കരമായിട്ട് പണിയാൻ നിന്നില്ല. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. പല്ല് തേപ്പിക്കാറുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് പോയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തേപ്പിക്കാറില്ല, എന്നാലും തേപ്പിച്ച് കഴിയും. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ക്രീമല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഓയിൽമെൻറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സോറിയാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒന്നുമില്ല, ഭയങ്കരമായിട്ട് പ്രശ്നം വെച്ചാൽ നന്നായിട്ട് ഇറിറ്റേഷൻ തോന്നുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യും. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. ഇത്രയും കാര്യങ്ങളാട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെ തീരും. ഇപ്പോൾ എന്തെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് കിടന്നാലും ഉറങ്ങുമ്പോൾ ഏകദേശം 3 മണി 4 മണി ആ ഒരു ടൈം ആവും കേട്ടോ. കാരണം ഇവൻ ഉറങ്ങി വരുന്നത് ഏകദേശം 3 മണിക്കൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് ഉറക്കം വരണമെങ്കിൽ 1 മണിക്കൂർ പിന്നെയും വേണം, അപ്പത്തന്നെ എണീക്കാനായി. അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ ഇവിടെ വന്നേ പിന്നെ എനിക്ക് എൻ്റെ ഹെയർ മൊത്തം പോയി, കാരണം ഉറക്കം ശരിയാവുന്നില്ല. പിന്നെ എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ സങ്കടം വരും, കണ്ട് അറിയുന്നതൊക്കെ പറയില്ലേ, അങ്ങനെ സങ്കടം വരും. പിന്നെ ഇവിടുത്തെ ചൂടും അതൊക്കെ കൊണ്ട് എനിക്ക് ഡാൻഡ്രഫ് വന്നപ്പോൾ പിന്നെ മുടിയുടെ കാര്യത്തിൽ യാതൊരു വിധ ഇതുമില്ല, കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ മുടിയൊക്കെ പോയി. അങ്ങനെയൊക്കെ ആട്ടാ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം, ഇങ്ങനെയൊക്കെ തീരും. പിന്നെ
കുറച്ച് നേരം അച്ഛനും മോനും കൂടി കളിച്ച് അതൊക്കെ നോക്കി ഇങ്ങനെ കിടക്കും. ഇങ്ങനെയൊക്കെ ആട്ടെ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. വരുന്ന വീഡിയോസിലൊക്കെ ഓക്കെ ആക്കാൻ നോക്കാം. പിന്നെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്യും. ഓക്കെ ബൈ.